അന്ന് നീ കണ്ണു തുറക്കുമ്പോൾ നീ നിന്റെ മുന്നിലെ വെളിച്ചം കാണും. പടുകൂറ്റൻ കെട്ടിടങ്ങൾ കാണും. സാധ്യതകളുടെ ഒരു വലിയ നഗരം നീ കാണും. പണിയെടുക്കുന്നവന്റെ പടച്ചോനായ ദുബായിയെ നീ കാണും. മറ്റുള്ളവന്റെ കയ്യിലിരിക്കണ കാശ് നമ്മന്റെ പോക്കറ്റിലെത്തിക്കണല്ലേ ഈ കച്ചവടം. ആ കച്ചവടം അങ്ങനല്ല, തൃശ്ശൂരായില്ലേ. അപ്പൊ അതന്നെ സംഭവം, തമിഴിൽ കണ്ട അതന്നെ സംഭവം. ഹൗ ടു ബിക്കം എ ബിസിനസ് മാൻ. ഒരു ബിസിനസ് മാൻ ആവണമെങ്കിൽ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കണം, എന്തെല്ലാം ചെയ്യണം. ഞാനിപ്പോൾ അതാണ് കറൻ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സീറോയിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു ബിസിനസ്സിനെ വളർത്തിയെടുക്കാം, പൊക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ശമ്പളക്കാരനാണ്, അങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ്. ശമ്പളം നമ്മൾ ശമ്പളം വാങ്ങുന്ന ആൾ, നമുക്ക് ശമ്പളം കൊടുക്കണ ഒരാളുണ്ട് അല്ലേ. ഈ ശമ്പളം കൊടുക്കണ ആളാണ് ശരിക്കും പുലി. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇങ്ങക്ക് ഇപ്പൊ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങക്കൊരു 1,00,000 രൂപ ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 1,00,000 രൂപ ശമ്പളം തരുന്ന ആളില്ലേ, ശമ്പളം നിങ്ങൾക്ക് തരുന്ന ആളെ, നമ്മൾ വാങ്ങുന്ന ആളാണല്ലോ. അപ്പൊ തരുന്ന ആളുണ്ടല്ലോ, ഈ ആള് നിങ്ങളെ വെച്ച് ഒരു മാസം കൊണ്ട് മിനിമം 10 ലക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എൻ്റെ ഒരു കോൺസെപ്റ്റ് കേട്ടോ. ഇത് എത്രത്തോളം ശരിയാണെന്നല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ശമ്പളം കൊടുത്തു തുടങ്ങണം എന്നുള്ളതാണ്. അവിടെ നമ്മളെ സംഭവം എടുക്കണത്. ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മള് മറ്റുള്ളവന്റെ കയ്യിലുള്ള കാശ് നമ്മളെ പോക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണല്ലോ ഇതിന്റെ ലക്ഷ്യം, ബിസിനസ് എന്ന് പറയുമ്പോ. അപ്പൊ അതിനെന്തൊക്കെ വേണം നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കി. ആദ്യം വേണ്ടത് ആവശ്യം വേണം, ആവശ്യക്കാരൻ വേണം. ഈ ആവശ്യക്കാരൻ വരുമ്പോ അവന്റെ ആവശ്യം എന്താ അത് ചെയ്തു കൊടുക്കാൻ ആള് വേണം. അങ്ങനല്ലേ സംഭവിക്കുന്നത്. അപ്പോ ഞാനും ആ ഒരു ആഗ്രഹത്തിലാണുള്ളത്. ഞങ്ങളോട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചുരുക്കി പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട്. കറന്റ്ലി എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അതിൻ്റെ കൂടെ ഞാൻ സംസാരിക്കാം, അതാവും നല്ലത്. പോയോക്കട്ടെ ഒരു മിനിറ്റ്, അതാവും നല്ലത്. നമുക്ക് പോയിട്ട് ഞാൻ ഇറങ്ങാൻ നിൽക്കണതിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് ഇവിടുന്ന് അവതരിപ്പിച്ചിട്ട് നമുക്ക് അവിടെ പോവാൻ വിചാരിച്ചത്. അവിടെ ബാഗിൽ സാധനമൊക്കെ പാക്കാക്കി വെച്ചേക്കണം. ആക്ച്വലി നമുക്ക് പോയോ എന്നിട്ട് നമ്മൾ സംസാരിക്കാം. ഞാൻ എന്താ പറയാ, ഒരറിവില്ലാത്തവനാട്ടോ, ഒരു തുടക്കക്കാരനാണ്. അപ്പം ഞാൻ ഓരോ ദിവസവും ഞാൻ ഇതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ഇതിന് വേണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ സംഭവങ്ങളൊക്കെ ഞാൻ റിസർച്ച് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്യാം. ഇതേപോലെ എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് കിട്ടാതെ എനിക്ക് ചെയ്യണം, നല്ലൊരു ഐഡിയ ഉണ്ട്, എനിക്കിത് ചെയ്യണം, പക്ഷേ എവിടെയോ എനിക്കൊരു സ്റ്റാർട്ടപ്പ് കിട്ടണില്ല, പൈസ ഇല്ല, അങ്ങനെ ചിന്തേൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് 1 രൂപ ഇല്ല. ഞാനിപ്പോൾ കറൻ്റ്ലി ഞാനൊരു ഷോപ്പ് ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിലൊരു റെൻ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ പോയൊക്കില്ല, എന്തായാലും പോയിട്ട് ഞാൻ നിങ്ങൾക്ക് അവിടെ ഏരിയ കാണിച്ചു തരാം. എൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്കറിയുന്ന കാര്യങ്ങളെ കൊണ്ട് നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മൾ നോക്കേണ്ടത് അല്ലേ. ആസ് എ തുടക്കക്കാരൻ ഞാൻ എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് അറിയണേ എനിക്കും പറഞ്ഞു തരണം കേട്ടോ. അതായത് ഞാനൊരു എല്ലാം അറിഞ്ഞിട്ടൊരു ടീച്ചറായി കണ്ടല്ലോ വന്നിരിക്കണേ. ആം എ ബിഗിനർ. അപ്പോൾ ഒരു തുടക്കക്കാരന് എങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യുക, എന്തൊക്കെ പാളും, എവിടെയൊക്കെ നന്നാവും, എന്തൊക്കെ പഠിക്കണം, ഇതൊരു സിമ്പിൾ വേ അല്ലേ ശരിയല്ലേ. ഒരു തുടക്കക്കാരന് ഒരു സപ്പോർട്ട് ഉണ്ടാവണത് നല്ലതല്ലേ. ഒറ്റക്ക് ഒന്നിനും കഴിയാത്തവൻ തുടങ്ങുമ്പോൾ അത് നല്ലതാണ്. അപ്പോൾ ആഗ്രഹമുള്ളവർ കൂടി നമുക്ക് ഒരുമിച്ച് സെറ്റാക്കാം. എന്നാൽ നമ്മൾ പോയി നോക്കാം. എന്താ കൂട്ടിട്ടോ പോയിട്ട് വണ്ടി എടുക്കട്ടോ. വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഇല്ല കേട്ടോ ഷോപ്പ് നിൽക്കുന്നിടത്ത്. പാണക്കാട് എന്ന് പറയും. നമ്മളെ പാണക്കാട് ശാബതങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? 2 തങ്ങന്മാരുടെ പേരും കൂടെ ഒരുമിച്ച് വന്നു. അപ്പോൾ അവരൊക്കെ നാടകം ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. അവിടെ പോയുക. ലെറ്റ്സ് സീ. എന്തായാലും അവിടെ തിരിഞ്ഞ് കാണിക്കട്ടാ. വണ്ടി നിർത്തി നിൽക്കണ ബിൽഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. ആണ് പാണക്കാട്. ഒരു കുഞ്ഞു സിറ്റി പാണക്കാട് എന്നത്. ഇതാണ് ഞാൻ
തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കേട്ടോ. സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തുറന്ന് കാണിച്ചത്. ചെറിയ ചൂടുണ്ട്, ഫാന് ഒന്നുമില്ല. സാധനം കേട്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ കാണിച്ചത് നല്ല വിശക്കുണ്ട്. ഇവിടെ വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ ഒരു കടയും തുറക്കില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം, അതേപോലെ എൻ്റെ ലഞ്ച് ഇവിടെ ഉണ്ട്, ഒരു പപ്സ്. ഇതാണ് ഇപ്പം നല്ലത് തോന്നി ഈ വെള്ളം. അപ്പോൾ എടുക്കട്ടെ, കഴിക്കണക്ക് വിശക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 ബുക്സും സാധനങ്ങളും കൊണ്ടുവച്ചു. മുട്ടാപ്പ്, പിന്നത് വയറ് കേട്ടോ, കറണ്ട് ചാർജർ, കളറ്. അപ്പം അങ്ങനെ യെസ് പെണ്ണല്ലോ. പെണ്ണിൽ ഇങ്ക് തീർന്നിക്കണമെന്നുള്ളത് പണിപാട് കേസ്. പെണ്ണിൽ ഇങ്ക് തീർന്ന ഇതാണ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ കടകൾ ഫുള്ളിപ്പോൾ പള്ളി കഴിഞ്ഞ് എല്ലാവരും വന്ന് കടകൾ തുറക്കാൻ തുടങ്ങിയിട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ഇതൊക്കെയാണ് ഈ കടക്ക് അടച്ചിരിക്കുന്നത്. ഇനി ഇതൊക്കെ തുറക്കണ ഒരു 3 മണിയാവും. ഇതൊരു വെള്ളിയാഴ്ചൻ്റെ പ്രത്യേകത. ഇതാണ് നമ്മളത്. ഞാൻ ഇതിൻ്റെ പുറത്തിറങ്ങി ഇവിടെ ഇറങ്ങിയിട്ടുള്ള വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഷട്ടർ റൂം കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു ഫാബ്രിക്കേഷൻ്റെ ഷോപ്പായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. സീലിങ്ങും സംഭവമൊക്കെ ഒരു പഴയ സെറ്റപ്പിലാണ്. ഈ ഒരു റാക്ക് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. റാക്ക് ഇവിടെ നിർത്തണം എന്നുള്ള എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പം അത്രയും കോസ്റ്റ് തോന്നും. ഈ ഒരു ഗ്ലാസ് ഇട്ട് കിട്ടി, ഇതെനിക്കൊരു ബോണസ് കിട്ടിയത് കേട്ടോ. സാധാരണ അതുകൊണ്ട് ഇതിൻ്റെ ഇപ്പുറത്തൊരു 4 റൂം 2 റൂം കിടക്കണമൊക്കെ ഇതിപ്പോൾ പോകാൻ പോവാണ്. അടുത്തത് ഗെയിമിങ് സ്റ്റേഷന് വേണ്ടിയിട്ട് ബുക്കായി എന്ന് പറയണുണ്ടായിരുന്നു. എനിക്ക് ഇനി അറിയില്ല അവർ ഫിക്സ് ആയോ എന്നുള്ളത്. ഇതിനുണ്ടല്ലോ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം എനിക്കൊരു ബോണസായിട്ട് ഇതിൻ്റെ ഒരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. അതൊരു ലക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആണ് ഞാൻ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ പുറത്തത്തെ നോയ്സ് നല്ലോണം ഉണ്ടല്ലോ. ഞാൻ ഡോർ എടുക്കുന്നുണ്ട. ഡോർ അടിച്ചിട്ടാല് കുറച്ചും കൂടി ഒരു നോയ്സിന് കുറവുണ്ടാവും ചിലപ്പോൾ. ഞാൻ രാവിലെ ഒരു പപ്സ് കഴിച്ചു, 2 പപ്സ്. ഞാൻ തടി വല്ലാതെ ശോചിയും മറ്റേ പിത്തത്തടി പോലത്തെ തടി വരുന്നുണ്ട് തോന്നിയ കാരണം ഭക്ഷണം വല്ലാതെ കഴിക്കില്ല. പകരം ഒരു നേരത്ത് അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള കഴിക്കൂട്ടാണ്. അപ്പോൾ ഡയറ്റ് പരിപാടിയൊന്നുമില്ല, കുറച്ച് കഴിക്കലുള്ളൂ. ആവശ്യം അത് ആദ്യം അങ്ങനെ തന്നെ ആവശ്യത്തിന് തിന്നല്ലോ. അപ്പോൾ ഞാൻ ഒരു പപ്സ് ഉണ്ട്. പിന്നെ വീട്ടിലൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന്. രാവിലെ തന്നെ എനിക്ക് ഇതിൻ്റെ മൈൻഡിൽ തന്നെയാണ്. വൈഫ് ജോലിക്ക് പോയി, ദെൻ ഞാൻ നേരെ ഇങ്ങോട്ട് ഇറങ്ങി പോരണമെന്നുള്ളതിലായിരുന്നു. അപ്പോൾ ഇറങ്ങാനായപ്പോഴത്തേക്ക് ഉച്ചയായി. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ പിന്നെ വന്നു. ഞാനിപ്പോൾ വിചാരിച്ചെന്താന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഷോപ്പ് ഈ ഒരു നാട്ടിൽ എൻ്റെ സംരംഭം ഇങ്ങനൊരു സംഭവം ഉള്ളത് ഞാൻ എല്ലാവരും അറിയിക്കണം. ഒരു ഷോറൂം പോലെ ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയനെ എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കണം, നമ്മൾ ഏതൊക്കെ രീതിയിൽ തുടങ്ങണം, എന്തൊക്കെ ചിന്തിക്കണം, ലൈസൻസ് വേണം, സംഭവങ്ങൾ വേണം, നമുക്ക് ഇവിടെ റെൻ്റ്, ഇവിടുത്തെ പണി, ഈ ഓഫീസ് പോലെ സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ എത്ര ചിലവാകും. ഇതിൻ്റെ മുമ്പ് വേറെ കാര്യം പറയാനുണ്ട്. നമ്മൾ എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് പ്രിപ്പയർ ആയി ഞാൻ ഒരുപാട് ലേറ്റായി. സത്യം പറഞ്ഞു ഒരുപാട് ലേറ്റായി പോയി. എൻ്റെ മനസ്സിൽ ഞാൻ സംരംഭം ഒരു സ്റ്റാർട്ടപ്പ് സ്വന്തമായിട്ട് വേണം. ആ ഒരു സംഭവം ഞാൻ എന്നോ എൻ്റെ ചെറുപ്പിൻ്റെ 10ാം ക്ലാസ് സമയം തൊട്ടേ ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ശമ്പളം വാങ്ങലല്ല, ശമ്പളം കൊടുക്കലാണ് ബുദ്ധിന്ന്. എൻ്റെ വാപ്പ എന്നെ ഗൾഫിൽ കൊണ്ടുപോയി. ഞാനവിടെ കുതിരടിച്ച് വാപ്പാൻ്റെ പൈസ ഒക്കെ ദൂരത്തടിച്ച് കാണാൻ നടക്കുന്ന സമയത്ത് മൂപ്പരാൾ ജോലി ചെയ്യണത് വരുന്ന അവിടുത്തെ സാഹചര്യം കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. എന്നെ മക്കത്ത് മദീനത്തൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. അവിടെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ പോയ സമയത്ത് ഞാൻ അവിടെയുള്ള ആൾക്കാരാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ആ നാടിനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവിടെ പോയി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് സത്യം പറഞ്ഞാൽ ഈ പ്രവാസി എന്നുള്ളൊരു അവസ്ഥ. ലേബർ റൂമും അങ്ങനെ ജീവിക്കണമല്ലേ,
സ്വന്തമായിട്ട് ഏത് നല്ല രീതിയിൽ ജീവിക്കണോലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ജീവിക്കണോണ്ട് ഇല്ല എന്നല്ല. ഞാനിത് ഫസ്റ്റ് ഇത് വരാതെ വയ്യ. നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരും സമ്പാദിക്കുന്ന ആൾക്കാർക്കും ഇത് ഞാൻ ഈ പറയണതും ചെയ്യണതും വെറുത്താവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്ന ആരോടാന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമല്ല, എന്നാൽ ഒരുപാട് ഐഡിയകൾ ഉണ്ട്, എല്ലാം ഉണ്ട്. സ്വന്തമായിട്ടൊരു സംരംഭം വേണം, എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ബ്രാൻഡിനെ വളർത്തിയെടുക്കണം, അങ്ങനത്തെ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതെങ്ങനെ തുടങ്ങണം. ഞാനിവിടെ ഒരു റെന്റിന് എനിക്കൊരു റൂം കിട്ടിയപ്പോൾ ഞാൻ അത് ചാടിക്കയറി എടുത്തു. ഫസ്റ്റ് നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണല്ലോ. എന്നും മോട്ടിവേഷന്റെ വീഡിയോസ് കാണലും സ്റ്റാറ്റസ് ഇതൊക്കെ മറ്റതും മറിച്ചൊക്കെ മുടങ്ങാൻ നടക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സൊക്കെ എന്നോട് ഇതൊന്ന് നിർത്ത് പണ്ടാരം, കുറെ ആയില്ല ജുബാറെല്ലാം തുടങ്ങിയിട്ട് ഇനി ചെയ്ത് കാണിക്കത് പറഞ്ഞിട്ട് നമ്മൾ ആട്ടി പറഞ്ഞേ നിർത്തത് പറഞ്ഞിട്ട്. അപ്പൊ അത്രയും അന്ന് തുടങ്ങിയിരിക്കണം ഞാൻ എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു ഓവർ തിങ്കിങ് മോഡാണ്. ശരിയായത് നമ്മളൊരു സാധനത്തിന് ഇങ്ങനെ പുഷ്പിച്ച് എനിക്ക് അത്രയും വൃത്തി വേണമെന്നൊക്കെ ഉള്ള ഒരു ഇത് ചെയ്യണതിനൊരു പ്രീമിയം ക്വാളിറ്റി വേണമെന്നുള്ള ആഗ്രഹക്കാരനാണ്. എന്നിട്ട് ഇത് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ഒന്നും ചെയ്യാതിരുന്നു എന്ന് വെച്ചിട്ട് ക്വാളിറ്റി കൂടാൻ പോണില്ല എന്നുള്ളത് ഞാൻ കുറെ ലേറ്റായി മനസ്സിലാക്കിയത്. അപ്പൊ ഇനി ഞാൻ ഇരിക്കൂല, ഇനി ഇരിക്കാൻ പറ്റൂല എനിക്ക്. ഇനി ഇരുന്നാ പിന്നെ ഞാൻ ശമ്പളക്കാരനാവണതാണ് നല്ലത്. എനിക്ക് ശമ്പളം കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല, കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചിട്ട് ഞാൻ പണിക്ക് പോയി ജീവിച്ചു. അപ്പൊ നിങ്ങളോടും കൂടി ഇത് പറഞ്ഞിട്ട് തുടങ്ങുമെന്നുള്ളതാണ് എൻ്റെ പ്ലാന്. നമുക്ക് ഒരുമിച്ച് തുടങ്ങി. ഒരുപാട് ആൾക്കാരില്ല ആഗ്രഹമുള്ളത്. ഞാൻ എൻ്റെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളൂ. നമ്മളെ പ്രൊഡക്റ്റ് എന്താണ്, നമ്മൾ എന്ത് ആവശ്യമാണ് ആവശ്യക്കാരന് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിൻ്റെ തന്നെ ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. ഒരു ബിസിനസ് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, വേറെ കുറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിയാത്തവരോടാണ് ഞാൻ പറയണത്, അറിയണവരോടല്ല. അപ്പൊ ഇനി നമ്മളെ അടുത്ത പരിപാടി എന്ന് വെച്ചാല് ക്യാമറ ഇരിക്കട്ടെ, നമുക്ക് കളറും ഒരു ബുക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് ഇപ്പം അർജൻറ്റായിട്ട് ഇവിടെ ചുമരുമ്മല് ഒന്ന് ഇതിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് പുട്ടിയൊക്കെ ഇട്ട് ഒന്ന് പെയിൻ്റ് അടിച്ചൊരു ബേസിക് സാധനം സെറ്റാക്കി വെക്കണം. അപ്പം എന്നാൽ പിന്നെ എന്താ ബാക്കി പരിപാടികൾ ആലോചിച്ചമ്മ. അപ്പം അതിൻ്റെ മുമ്പായിട്ട് വയറിങ്ങിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ ഇലക്ട്രിക്കൽ സംഭവങ്ങൾ നമ്മൾ ആദ്യം സെറ്റാക്കി വെക്കണം. അപ്പം അതിൻ്റെ ഒരു എവിടെ സ്വിച്ച് ബോർഡ് വേണം, എവിടെ ഫാനിൻ്റെ സ്വിച്ച് വേണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫിക്സ് ചെയ്യണുണ്ട് ആദ്യം. അപ്പം അത് ആദ്യം സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കാണ് കറണ്ട് വേണ്ടത്, അതേപോലെ അതും കൂടെ ആണല്ലോ. എവിടെയെങ്കിലും കൊണ്ടിടാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒരു സൈഡിൽ ഇപ്പോൾ ഒരു ലൈറ്റ്, അവിടെ ഒരു ലൈറ്റിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരു ലൈറ്റ് പോയിന്റ് വേണം. അതേപോലെ നമുക്ക് ഫാന് വാൾ വെക്കണം എന്നുണ്ടെങ്കിൽ ആ വാളിൻ്റെ ഭാഗത്തൊരു പോയിന്റ് വേണം. അപ്പം അങ്ങനെയല്ല നമ്മൾ ചെയ്യാം. അപ്പം നമ്മൾ ഏത് ഭാഗത്താണ് അത് വെക്കുക. ഇനി ഭാവിയിൽ എ സി വെക്കണമെന്നുണ്ടെങ്കിൽ എ സിക്ക് ഒരു പോയിന്റ് ഇടണം, ആ പോയിന്റ് എവിടെയൊക്കെ വെക്കേണ്ടി വരും. അപ്പം അതിനുള്ള സാധനം സെറ്റാക്കി വെക്കുക. ഇതൊക്കെ ആദ്യമേ സെറ്റാക്കി വെച്ചാൽ പിന്നെ നമ്മളൊരു ആഴ്ച പണി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മൾ ആദ്യം ഇനീഷ്യലി അത് ചെയ്തിടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരുന്നിട്ടുള്ളത് ഇവിടെ. എൻ്റെ സ്കെച്ച് എനിക്ക് മൊത്തത്തിൽ കിട്ടും, എൻ്റെ ടോട്ടൽ സ്കെച്ച് ഉണ്ടാക്കണം. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. രണ്ടാൾക്കാരോട് ഞാൻ സൂചിപ്പിച്ചിട്ടേക്കണം. ഒന്നിൻ്റെ കസിനാണ്. അപ്പോൾ ഓനെ അവിടെ കൊണ്ടുവന്ന് ഓനോടെ കാണിച്ചു കൊടുത്ത് ഓൻ്റെ ഒരു ഐഡൻറ്റി മോർ ആർക്കിടെക്ചർ എന്നൊക്കെ പറയും. അപ്പോൾ അവനെൻ്റെ ഖജാൻജിയാണ്. അപ്പോൾ ഓനോടെ കൊടുന്ന് ഓൻ്റെ സജഷൻസും ഓൻ്റെ ഐഡിയസൊക്കെ അടിപൊളിയുണ്ടാവും. അപ്പോൾ സംഭവങ്ങളൊക്കെ കിട്ടി. എൻ്റെ അടുത്തൊരു ബേസിക് ഐഡിയ ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്നിരുന്നുകാണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യണം. എന്തൊക്കെ വേണം, ഇനീഷ്യൽ എന്തൊക്കെ വേണം. അപ്പോൾ ഈ ഡയറിയിൽ, ഈ ബുക്കിൽ സ്കെച്ച് ചെയ്യും വേണം. ഈ ഡയറി ഇതിൻ്റെ 2022 തൊട്ട് ഞാൻ കീപ്പ് ചെയ്യുന്ന ഡയറി കേട്ടോ. ഇവിടെ എത്തണോ 2022 കണ്ടോ. അപ്പൊ അന്ന് തൊട്ടിന്റെ മനസ്സിൽ ഞാൻ സീരിയസ് ആയിട്ട് തീരുമാനം എടുക്കാൻ തുടങ്ങിയാണ്. പക്ഷെ ആലോചന അന്നും ഉള്ളൂ, ബുക്ക് വരെ എത്തിയിട്ടുള്ളൂ, ഇത് ഡയറി വരെ എത്തിയിട്ടുള്ളൂ. ഇത് ഡയറി എന്ന് പറയാൻ പറ്റില്ല, ഡയറി നമ്മൾ ഇന്നത്തെ കാര്യം എഴുതുന്നല്ലോ. ഇത് അതല്ല, ഇതിൽ ഞാൻ പൈസ കൊടുക്കാണ്ടായ ആൾക്കാരുണ്ട്. ഈ ഡയറിയിൽ ഓൾമോസ്റ്റ് ഏറെക്കുറെ എല്ലാവരും ഇത് ഒരുപാട് ഞാൻ കുരുത്തക്കേടിന്റെ കൊടിയെന്ന് ഞാന്. അപ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ലൈഫിൽ. അപ്പൊ അതൊക്കെ ഓരോന്നോരോന്നോരോന്നോരോന്ന് തീർത്ത് ഞാനിപ്പം ഞാൻ 0-ൽ എത്തി വരുന്നുള്ളൂ കറണ്ട്.
0 ഓൾമോസ്റ്റ് ആയി. ഇനി ഒന്ന് റിലാക്സ് ആയിട്ട് ഇനി നമുക്ക് പ്ലസ് ആവണല്ലോ. ഇതുവരെ മൈനസിലുള്ള ഞാൻ 0-ലെത്തി എന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പം എനിക്കൊരു എന്താ പറയുക ബേസിക് സാലറി, ഒരു വരുമാനം തൽക്കാലം വൈഫ് ജോലിക്ക് പോയിക്കണ്ടും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും എത്തിയിട്ടുണ്ടാവില്ല. ശമ്പളക്കാരനേക്കാരം ഞാൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഏതൊരു മനുഷ്യനും ആരാവട്ടെ, തുടങ്ങാൻ ആഗ്രഹിക്കണ ആരും ആദ്യം നമുക്ക് ഒരു ബേസിക് വരുമാനം വേണം. എന്നാലേ നമുക്ക് രണ്ടാമത്തെ ഒന്നിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ജോലിക്ക് പോകരുത് എന്നല്ല ഞാൻ പറയുന്നത്, ഡിസ്ക്ലൈമറാണ്. ഇത് പറയാതെ വയ്യ. ആരും ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ജോലിക്ക് പോകണേ നിർത്തിക്കാണ്ടല്ല തുടങ്ങേണ്ടത് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ വലിയ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടൊന്നും തുടങ്ങണമെന്നില്ല. 0 rupees ഒന്ന് തുടങ്ങാം. ഞാൻ ഈ റൂമിന് 6,000 രൂപ 10,000 രൂപ അഡ്വാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു. 3,000 രൂപ റെന്റും. അപ്പൊ ഓക്കെ, 3,000 രൂപ റെന്റും ഒക്കെയാണ്. നമ്മൾ പല രീതിയിലും കുറച്ച് എന്താ പറയുക ഔട്ടിങ്ങിന് പോകുമ്പോൾ ഓവർ ചെലവാക്കണ ദൂരത്തൊന്നുണ്ട് പിശുക്കി പിടിച്ചാൽ നമുക്കൊരു 3,000 രൂപ മാസം കണ്ടെത്താൻ പറ്റും. അത് ഞാൻ മനസ്സിലാക്കി. പിന്നെ കറണ്ട് ബില്ല് അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അത് വിചാരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സാധനമാണ്. നമ്മൾ നഗരത്തിന്റെ നടുവിൽ ഇതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ എന്നല്ലോ ചെയ്തിട്ടുള്ളത്. വീട്ടിലിരുന്നിട്ട് ഞാൻ സ്റ്റുഡിയോ പോലാക്കി അങ്ങനെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ആ സംഭവം ഞാൻ ഇനി ജനങ്ങളല്ല സോറി അങ്ങനെയല്ല പറയണ്ടേ, ഞാൻ നിങ്ങളടുത്തേക്ക് എത്തിക്കാൻ പോവാണ്, നിങ്ങളെ കാണിക്കാൻ പോവാണ്. അപ്പോ ഇനി എങ്ങോട്ട് നമ്മളെ കുട്ടികളെയൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഇങ്ങക്കും എനിക്കും ഇത് കാണുന്ന ഇതിന്റെ ഓരോ മിനിറ്റ് സംസാരം ഇല്ലെങ്കിൽ ഞാൻ പറയണത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇഷ്ടമുള്ള ആൾക്കാർ, ഓൽക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി. ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങും ഗൈസ്. അപ്പൊ ഞാനിനി ഇത് ഫില്ലാക്കട്ടെ കേട്ടോ. എന്ത് ഞാൻ നിങ്ങളെ കാണിക്കണ്ടേ, ഞാൻ എല്ലാം റെഡി ആയതിനു ശേഷം ചിലപ്പോൾ അടുത്ത എപ്പിസോഡായി കണ്ടേക്കൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ടാവും. ഒരുപാട് ഇത് വലിച്ചു നീട്ടിക്കാണ്ട് ഞങ്ങളെടുത്ത് പറഞ്ഞു നിങ്ങളെടുത്തത് മുഴുവൻ കാണൂല. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞുകാണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് എന്റെ കാര്യം മാത്രം ചെയ്തു പോയാൽ പോരാ. അപ്പൊ നിങ്ങളും കൂടെ കാണുമ്പോൾ നമുക്ക് എനിക്ക് നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ചെയ്യണേൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും കിട്ടുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. വിഷയത്തിൽ നിന്ന് നല്ല പോകും. ഈ ഡയറിന്റെ ഉള്ളിലുണ്ട് എന്റെ ഡ്രീംസ്. ഇത് എനിക്ക് എന്റെ ഇമോഷൻസ് ഒക്കെ എഴുതി വെക്കുന്നില്ല. എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. സങ്കടം വന്നാൽ അതൊക്കെ എഴുതി വെക്കും. ഡ്രീംസ്, ഓരോ ഐഡിയകള്, സംഭവങ്ങളൊക്കെ ഞാൻ ഇതിൽ എഴുതി വെക്കും. എന്റെ ബാക്ക് സൈഡിൽ പിന്നെ ഫുള്ള് ഇത് ഇങ്ങനത്തെ സംഭവം സിഗ്നേച്ചർ പരിപാടി, ട്രെയിലിങ്, എന്റെ കടം കൊടുക്കാനുള്ളത് അതൊക്കെ ബാക്കിലുള്ളത് കേട്ടോ. കടം വാങ്ങിയതും കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും ഒക്കെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ബാക്കിൽ ഇങ്ങനെ എഴുതും. അപ്പം ഇവിടെ ഞാൻ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ഞാൻ വായിച്ചേ, എക്സ്പെൻസ് ഇതാ ഞാൻ ജസ്റ്റ് വെറുതെ വായിച്ചതാണ്. ലാസ്റ്റത്തെ പേജിൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് എന്തിൻ്റെയൊക്കെയാണ് എനിക്ക് ഓർമ്മ, മന്ത്ലി ഉള്ളത് വെറുതെ എഴുതി വെച്ചാണ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പെൻസ് എഴുതിക്കാണ്ട് റെന്റ്, EMI, ഫുഡ്, ഇങ്ങനെ എന്താ പറയുക, ഫോണിന്റെ ബില്ല്, വൈഫൈന്റെ ബില്ല്, പിന്നെ പെട്രോള്, എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, കറങ്ങാൻ പോവാ, അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഔട്ടിങ് വേറെ എഴുതിക്കണം. അപ്പൊ എന്റർടൈൻമെന്റ് പിന്നെ വേറെ എന്തിനാണ് എനിക്ക് ഓർമ്മ പറഞ്ഞ മറന്നുകൊണ്ട്. പിന്നെ ക്ലോത്ത് എന്നൊക്കെ എഴുതിക്കണം, വസ്ത്രം, അങ്ങനത്തെ അതൊക്കെ എന്റർടൈൻമെന്റിൽ വിടും. പിന്നെ ഇവിടെ ഇങ്ങനെ അപ്പൊ അങ്ങനെ ഇത് വേണം. യൂട്യൂബിന്റെ സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിങ്ങനെ ഓരോ സംഭവം ഞാൻ ഇതേപോലെ നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഫുള്ള് ഞാൻ കാണിക്കണില്ല. അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. അതാണ് ഞാൻ ഇപ്പൊ പറയാൻ വന്നത്. വെറുതെ കാട് കയറി പോണേ. പുതിയ ചാപ്റ്റർ ഞാൻ ഇവിടുന്ന് തൊട്ട് എഴുതി നമുക്ക് ഓരോ കാര്യങ്ങളും ഞാൻ പാറ്റേൺ ആക്കി ഞാൻ ഇതിന്റെ സ്കെച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനെ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഈ വീഡിയോയിലാവില്ല, മിക്കവാറും അടുത്ത വീഡിയോയിലേക്ക്. മേ ബി ഞാൻ ഇനി എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്ത് വെക്കണമായതുകൊണ്ട് എങ്ങനെ നമ്മൾ സംഭവങ്ങൾ നടക്കണം അതിനനുസരിച്ച് വയ്യ പറയാം. അതല്ലേ കാഴ്ച നല്ലത്. അപ്പൊ ഇത് ആദ്യത്തെ എപ്പിസോഡാണ്, ഹൗ ടു ബിക്കം എ ബിസിനസ് മാൻ അല്ലേ. ഒരു മുതലാളി ഇങ്ങനെ ആവുകയെന്ന് ചുരുക്കി പറഞ്ഞല്ലേ. നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞ മുതലാളി ആവില്ല എങ്ങനെയാന്നുള്ളത് നോക്കാം നമുക്ക്. മുതലാളി പല സിമ്പിളല്ലേ. എനിക്ക് ഉത്തരം പോലെ കിട്ടില്ല. ഇതെങ്ങനെ എന്താ ഏതാ വിനായകന്റെ ഡയലോഗ് നോക്കട്ടെ. കൂടി അടുത്ത എപ്പിസോഡ് കാണും. ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, സപ്പോർട്ട് ചെയ്യ്, കൂടെ. ബൈ.